നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. എൻ്റെ പിതാവിൻ്റെ ആലയം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യങ്ങളെ തൂകിക്കളഞ്ഞു. മേശകളെ മറിച്ചിട്ട് പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. നമ്മുടെ കർത്താവ് മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. യോഹന്നാൻ സുവിശേഷത്തിൽ അതിലെ 7-8 എണ്ണമേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ യേശു ചെയ്ത അടയാളങ്ങൾ മൊത്തം എഴുതിയാൽ ഒരു പുസ്തകത്തിലും തികയുകയില്ല എന്ന് ആണ് 20-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ആളുകളുടെ വിശ്വാസം ആർജിച്ച യേശു പെസഹ പെരുന്നാളിന് യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ടത് ഒരു വാണിഭശാലയാണ്. അതായത് കാളകളെയും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്ന, അതുപോലെ നാണ്യ വ്യാപാരം ചെയ്യുന്ന ആളുകളെയാണ് യേശു കണ്ടത്. യേശു ചാട്ടവാരെടുത്ത് അവരെ തുരുത്തി. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാല ആക്കരുത്. അപ്പോൾ യഹൂദന്മാർക്ക് ദൈവമല്ലേ ഈ ആടുകളുടെയും കാളകളുടെയും പ്രാവുകളുടെയും ഒക്കെ യാഗം അനുവദിച്ചത്? വഴിപാടുകൾക്കുള്ള പണത്തിൻ്റെ കാര്യവും ഒക്കെ ദൈവമല്ലേ സ്ഥാപിച്ചത്? അപ്പോൾ ഇതൊക്കെ പുറത്തു കൊണ്ടുപോവുക എന്ന് യേശു പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കണ്ടേക്കാം. പ്രിയപ്പെട്ടവർ, ഏതൊരു ആത്മീയ കാര്യവും, ദൈവം കൽപ്പിച്ച ഏതൊരു കാര്യവും ആ ദൈവം വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ച ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ തന്നെ ചെയ്യണം. പാപം ചെയ്തു പോയ ഒരു യഹൂദൻ താൻ ഓമനിച്ച് വളർത്തിയ ഊനമില്ലാത്തതെന്ന് തെളിയിക്കപ്പെട്ട ഒരാടിനെ വേണം കൊണ്ടുവരാൻ. അതിൻ്റെ പ്രായത്തെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കാളയായാലും അങ്ങനെ തന്നെ. അത് സ്വന്തം നാട്ടിൽ നിന്ന് വേണം കൊണ്ടുവരാൻ. എന്താണ് ഈ സ്വന്തം നാട്ടിൽ നിന്ന് ഇതിനെ കൊണ്ടുവരണം എന്ന് ദൈവം പറഞ്ഞതിൻ്റെ താല്പര്യം? അതായത് ഒരു ആരാധനയ്ക്ക് പോകുന്ന മനുഷ്യൻ ഒരാടിനെയും കൂടെ പിടിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ, ഒരു മുട്ടനാടിനെ ഒരു ആട്ടുകൊറ്റനെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ, ഈ ആടിൻ്റെ പ്രത്യേകത അത് നടക്കാൻ വളരെ മടിയുള്ളതാണ്. കാളയെപ്പോലെയോ അല്ലെങ്കിൽ പോത്തിനെ പോലെയല്ല. ആട് കുറേ നടന്നു കഴിയുമ്പോൾ അത് അവിടെ നിൽക്കും. അത് പുറകോട്ട് പോകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വല്ല പുല്ല് തിന്നാനായിട്ട് ശ്രമിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ കയറിട്ട് വലിക്കണം, വേറെ പുറകിൽ നിന്ന് ഒരാൾ തള്ളണം. ഇങ്ങനെയൊക്കെ വളരെ സമകരമായ ഒരു കാര്യമാണ് ആടിനെ ഒരു വഴിക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പോൾ ഇത് കാണുന്ന ഇരുവശത്തുമുള്ള ആളുകൾ എന്ത് മനസ്സിലാക്കും? ഇയാൾ ഏതോ മാരകമായ പാപം ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഈ മനുഷ്യൻ ചിന്തിക്കുന്നത്, ഇനി ഇങ്ങനെ ആളുകൾ തുറച്ചു നോക്കാനായി ഞാൻ ഇടവരുത്തുകയില്ല. ഓമനിച്ച് വളർത്തിയ ആടിനെ ഇതുപോലെ വലിച്ചഴിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും ഞാൻ തയ്യാറാകുകയില്ല. ഇനി ആ പാപം ഞാൻ ചെയ്യുകയില്ല എന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. പക്ഷേ യഹൂദ പുരോഹിതന്മാർ പറഞ്ഞു, ആടിനെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരണ്ട, ഞങ്ങളിവിടെ കച്ചവടക്കാരുടെ ആടിനെ വാങ്ങിച്ച് നിർത്തിയേക്കാം. അപ്പോൾ നിങ്ങൾ ആ പൈസ അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾ അവരുടെ നാണയത്തിൻ്റെ വില ഒരുപോലെയല്ല, അല്ലെങ്കിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനവിടെ
പൊന്മാണിപ്പക്കാരും അവിടെയുണ്ട്. അപ്പോൾ അവർ ഈ കച്ചവടക്കാർ ആടുകളെയും കാളുകളെയും പ്രാവുകളെയും ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കുക, എന്നിട്ട് അതിനെ പുരോഹിതൻ്റെ കയ്യിൽ കൊടുക്കുക. പുരോഹിതൻ അതിനെ ഞാൻ കഴിക്കുന്നൊന്നുമില്ല, ഞാൻ കഴിച്ചേക്കാമെന്ന് പറയും, പൊക്കോളം പറയും. അതിനെ വീണ്ടും കച്ചവടക്കാരുടെ അടുത്തിലേക്ക് കൊണ്ടുവരും. അതിനെ വേറൊരാൾ വരുമ്പോൾ അവൻ ഇഷ്ടപ്പെടുക ആടിനെ, ശരി തൻ്റെ പേർക്ക് കണ്ടിച്ചേക്കാം, കൊന്നേക്കാം, ഞാൻ കഴിച്ചേക്കാം, പൊക്കോളം പറയും. അപ്പം ഇത് ഭയങ്കര തട്ടിപ്പാണ് അവിടെ നടന്നത്. മിക്ക ആരാധന സ്ഥലങ്ങളിലും ഇത് തന്നെയാണ്. യഹൂദന്മാർക്ക് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഒക്കെ ഇങ്ങനെയാണ്. അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളൊക്കെ അതിൻ്റെയൊക്കെ നന്മ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ബൈബിളിലെ ദൈവം യഹോവ അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചത്. യാഗം കഴിക്കണമെന്ന് പറയുമ്പോൾ, ആടിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് യാഗം കഴിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഇനി ഒരിക്കലും ഇതിന് വഴിപ്പെടുകയില്ല എന്ന്, ആ പാപം ചെയ്യുകയില്ല എന്നാണ് തീരുമാനിക്കേണ്ടത്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ ഇത് പുരോഹിതന്മാർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ മാറ്റി. അത് കണ്ട് മനന്നൊന്താണ് യേശു ചാട്ടവാറെടുത്ത് ഒരു ശുദ്ധീകരണം നടത്തുവാൻ തയ്യാറായത്. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ അത് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളഞ്ഞു എന്നാണ് വാക്യം. എന്ന് പറഞ്ഞാൽ ആളുകൾ ദേവാലയത്തെ ദുഷിക്കുന്നു, അതായത് മലിനപ്പെടുത്തുന്നത് കണ്ടിട്ട് യേശു മനന്നൊന്തു. കാരണം അവിടുന്നാണ് ഈ ദേവാലയത്തിലെ വ്യവസ്ഥകളൊക്കെ സ്ഥാപിച്ചത്. യേശു പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാല ആക്കരുത്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തെ ശുദ്ധീകരിച്ച യേശു നമ്മെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ ശരീരമാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ദേവാലയം. അതിലെ സകല കപടതയെയും സകല വ്യാജത്തെയും ശുദ്ധീകരിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. അവനെ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മുടെ അനുഗ്രഹത്തിന് കാരണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.